കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗുസ്തി താരമാണ് കീർത്തി. പക്ഷേ ഈ ഗുസ്തി തന്നെയാണ് അവളുടെ വീട്ടുകാരുടെ ഏറ്റവും വലിയ പേടി. ഇത് കാരണം ഒരു നല്ല കല്യാണം നടക്കില്ലെന്ന് അവർക്ക് പേടിയായിരുന്നു. എന്നാൽ കീർത്തിയാകട്ടെ സ്ത്രീധനം ചോദിച്ചു വരുന്ന ചെറുക്കന്മാരെല്ലാം ഓടിക്കുകയും അവളുടെ ഗുസ്തി എന്ന് കേട്ടാൽ തന്നെ ചെറുക്കന്മാരെല്ലാം തിരിച്ചു ഓടുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ഏകദേശം മനസ്സിലായി ഇനി കേരളത്തിൽ നിന്നൊരു ചെറുക്കനെ അവൾക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. കീർത്തി ഒരു ഗുസ്തിക്കാരിയാവാൻ കാരണം തന്നെ അവളുടെ ചിറ്റപ്പനാണ്. ചെറുപ്പത്തിൽ ചിറ്റപ്പന്റെ കൂടെ ഗുസ്തി കാണാൻ കൂടിന് പോയാണ് അവളത് കണ്ടുപഠിച്ചത് തന്നെ. അതുകൊണ്ട് ആ വീട്ടിൽ അവളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെ ചിറ്റപ്പനാണ്. അങ്ങനെ ഒരിക്കൽ ഗണേശൻ, അതായത് നമ്മുടെ കീർത്തിയുടെ ചിറ്റപ്പൻ, തന്റെ കൂട്ടുകാരനായ രത്നത്തെ കാണാൻ ഇടയാകുന്നു. രത്നം ഒരു തമിഴ്നാട്ടുകാരനാണ്. രത്നം തന്റെ അനന്തരവനായ വീരയ്ക്ക് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീരയ്ക്കും കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഭാര്യ തനിക്ക് താഴെ നിൽക്കുന്നവളാകണം, നീളൻ മുടി വേണം, പിന്നെ തന്നെക്കാൾ കുറച്ച് പഠിച്ചവളാകണം. കാരണം വീര 8ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. കീർത്തിയുടെ ജീവിതം ഒന്ന് സെറ്റാക്കാനാണ് ഗണേശൻ ഈ ആലോചന കൊണ്ടുവരുന്നത്. ഇത് കേട്ട കീർത്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ സമ്മതിക്കുന്നു. കുസ്തിക്കാരിയാണെന്നും BSc ഗ്രാജുവേറ്റ് ആണെന്നും അതുപോലെ അവൾക്ക് നീളൻ മുടിയില്ലെന്നുമുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചാണ് അവൾ വീരയെ കാണാൻ റെഡിയാകുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ വീരയ്ക്ക് കീർത്തി ഇഷ്ടമാകുന്നു. അതിനിടയിൽ സ്ത്രീധനം വേണ്ടെന്ന് കൂടെ വീര പറഞ്ഞപ്പോൾ അവൾക്ക് ബഹുമാനമൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഇരുവരുടെയും വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ശേഷം വീരയുടെ നാട്ടിലാണ് അവർ താമസിക്കുന്നത്. അതിനിടെ ദാസ് എന്ന ലോക്കൽ രാഷ്ട്രീയക്കാരനുമായി വീരയ്ക്ക് പ്രശ്നമാകുന്നു. പ്രതികാരമായി അയാൾ വീരയുടെ അമ്മാവനായ രത്നത്തെ ജയിലിലടയ്ക്കുകയും കീർത്തിയെ ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ദാസും സംഘവും ചേർന്ന് വീരയെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. അപ്പോഴാണ് കീർത്തി തന്റെ യഥാർത്ഥ മുഖം പുറത്തു കാണിച്ച് അവിടെ നിന്ന് വീരയെ രക്ഷിക്കുന്നത്. ഇത് കണ്ടുനിന്ന വീര ശരിക്കും ഷോക്കായി പോയി. അപ്പോഴാണ് തന്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് അവൻ തിരിച്ചറിയുന്നത്. ഈ സംഭവത്തിന് ശേഷം ഗ്രാമം മുഴുവൻ കീർത്തിയെ ഒരു ഹീറോയിനായി കാണാൻ തുടങ്ങി. ഭാര്യയുടെ കരുത്ത് തിരിച്ചറിഞ്ഞ വീര അവളെ കുറിച്ച് പേടിച്ചാണ് പിന്നെ നോക്കിയത്. ജയിൽ വിട്ടു വന്ന രത്നം കീർത്തിയുടെ ഗുസ്തി ജീവിതത്തെ കുറിച്ച് അറിഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അവളെ അപമാനിച്ചു. ദേഷ്യം വന്ന കീർത്തി രത്നത്തെ ഒരു അടിയടിക്കുന്നു. സ്വന്തം അമ്മാവനെ അടിച്ചെന്ന കാരണത്താൽ കീർത്തിയെ വീര തിരിച്ചടിച്ചു. അതോടെ മനസ്സ് കറന്ന കീർത്തി അവളുടെ ചിറ്റപ്പനോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നാൽ മകളുടെ മനസ്സ് കുറച്ചെങ്കിലും ആശ്വാസമായിട്ട് എന്ന് കരുതി വരാൻ പോകുന്ന ഗുസ്തി ടൂർണമെന്റിൽ അവളുടെ പേര് അവളുടെ അച്ഛൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം തന്നെ വീരയുടെ പേരിൽ ഒരു വിവാഹമോചന നോട്ടീസും കീർത്തിക്ക് കിട്ടുന്നു. ഇതെല്ലാം അവന്റെ അമ്മാവന്റെ പണിയായിരുന്നു. അങ്ങനെ അവന്റെ അമ്മാവന്റെ നിർബന്ധത്തിനുള്ളിൽ അതേ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവനും തീരുമാനിച്ചു. പരിശീലനത്തിനിടയിലാണ് സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾക്കായി എത്ര വലിയ ത്യാഗമാണ് ചെയ്യുന്നതെന്ന് വീര മനസ്സിലാക്കുന്നത്. താൻ കീർത്തിയോട് ചെയ്ത വലിയ തെറ്റവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ മത്സര ദിവസം കീർത്തി ഗർഭിണിയാണെന്ന കാര്യം മറച്ചുവെച്ചാണ് അവളെ റിങ്ങിൽ ഇറക്കുന്നത്. റിങ്ങിൽ കയറി ഉടനെ തന്നെ അവൾ ബോധം കിട്ടുവീഴുന്നു. ഇതിന് പിന്നിൽ കോച്ചായ ലോകേഷിനോട് വീര ഏറ്റുമുട്ടുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് സ്ത്രീകളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കേണ്ടത് കുടുംബത്തിന്റെ കടമയാണെന്നെല്ലാം പറഞ്ഞ് അവൻ ഒരുപാട് ഡയലോഗ്സ് ഒക്കെ പറയുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയ വീര ഡിവോഴ്സ് നോട്ടീസിന് പിന്നിൽ തന്റെ അമ്മാവനാണെന്നെല്ലാം കീർത്തിയോട് പറയുന്നു. തനിക്ക് ഡിവോഴ്സ് വേണ്ടെന്നും അവളെ പഴയ പോലെ സ്നേഹിക്കുന്നുണ്ടെന്നെല്ലാം അവൻ പറഞ്ഞു. എന്നാൽ കീർത്തി ആദ്യമൊന്നും സമ്മതിച്ചില്ല. എന്നാൽ ഇനി മുന്നോട്ട് അവളുടെ കൂടെ താനുണ്ടാകുമെന്നെല്ലാം പറഞ്ഞ് അവൻ അവളെ സോപ്പിട്ട് മയക്കി. അവർ വീണ്ടും ജീവിക്കാൻ തീരുമാനിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം മറ്റൊരു ഗുസ്തി മത്സരത്തിൽ അവൾ വീണ്ടും ചാമ്പ്യനാകുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.